സല്യൂട്ട് ഭാരത്. ഇന്ന് സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പോ നമുക്ക് ഏറ്റവും ഒടുവിലായി തമിഴ്നാട്ടിൽ നിന്ന് അവിടെ മുഖ്യമന്ത്രിയായി വിജയ് വരുമോ, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു എന്താണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ? വിജയ് ആരാധകർക്ക് സന്തോഷമുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നോ, അതോ വളരെ 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 നാം ഇതുവരെയും കാണാത്ത രീതിയിലുള്ള രാഷ്ട്രീയ നാടകം അരങ്ങേറുകയാണോ? ഒന്ന് ചുരുക്കി പറയാമോ സാർ? നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെന്നൈയിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ്, മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇവിടെ 1952 ശേഷമാണ് ഇതുപോലൊരു തൂക്കു മന്ത്രിസഭ തമിഴ്നാട്ടിൽ വരുന്നത്. അപ്പൊ ഇത് ഈ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മാൻഡേറ്റ്, ജനവിധി എന്ന് പറയുന്നത് ശരിക്കും വിജയിക്കാണുള്ളത്. അപ്പൊ വിജയിയാണ് മുഖ്യമന്ത്രിയാവേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഒരു 11 സീറ്റിന്റെ കുറവുണ്ട്. അപ്പൊ ഈ കുറവ് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ ഇവിടെ വിജയിക്ക് തന്നെ ഒരുപക്ഷെ രാഷ്ട്രീയമായ ഒരു പരിചയമില്ലായ്മയുടെ പ്രശ്നം കൂടി കൊണ്ടായിരിക്കാം അദ്ദേഹം ഇന്നലെ രാജ്ഭവനിലെ ഗവർണറെ കാണാൻ പോയ സമയത്ത് ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയായ തങ്ങളെ ക്ഷണിക്കൂ എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ക്ഷണിക്കാൻ ഗവർണർ നിർബന്ധിതമാകുമായിരുന്നു. എന്നാൽ അതിന്റെ കൂടെ കോൺഗ്രസിന്റെ ഒരു മുന്നണി മന്ത്രിസഭ എന്ന രീതിയിൽ കോൺഗ്രസിന്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെന്നുള്ള സാധനമാണ് കൊടുത്തത്. അതോടൊപ്പം അതൊരു മുന്നണി സംവിധാനമാകുന്നു. അപ്പൊ മുന്നണി സംവിധാനം വരുന്ന സമയത്ത് അതിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാൻ പറ്റുകയുള്ളൂ എന്ന നിലപാട് ഗവർണർ സ്വീകരിച്ചു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, RSSകാരനായ ഗവർണർ ആർലേക്കർ സ്വാഭാവികമായിട്ടും BJPയുടെ താല്പര്യത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതും അതിനനുസരിച്ചുള്ള രാഷ്ട്രീയം പ്രയോഗിക്കും എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഒരു പരിധി വരെ വിജയ് നേരിടുന്നുണ്ട്. അതല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ വിജയ്ക്ക് ഒരു സാങ്കേതികത്വത്തിന്റെ പ്രശ്നമുണ്ടെങ്കിൽ പോലും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഒരു അനുമതി കൊടുക്കുകയും പിന്നീട് ഇത്ര ദിവസത്തിനകം വിശ്വാസ വോട്ട് നേടിയിരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും മതിയായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ജനാധിപത്യ മര്യാദകളൊക്കെ. പിന്നീട് അതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ചില സുപ്രീം കോടതി വിധികളും ഒക്കെ വേണമെങ്കിൽ ഗവർണർക്ക് അനുകൂലമായിട്ടുണ്ട്. അതായത് മുന്നണി മന്ത്രിസഭയാണെങ്കിൽ മുന്നണി ഭൂരിപക്ഷം പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചതിന് ശേഷം മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉള്ളൂ. അപ്പൊ അതൊക്കെ സാങ്കേതികത്വങ്ങളും മറ്റു പ്രശ്നമാണ്. എന്തായാലും തീരുമാനം ഗവർണറുടേതാണ് വരേണ്ടത്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഇന്ന് 3:30 എടപ്പാടി പഴനിസ്വാമി ഗവർണറെ കാണുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് സംബന്ധിച്ച് ഇതുവരെ നമുക്ക് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, കാണുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്ന് വൈകിട്ട് 4:30 വിജയ് കാണുമെന്നും പറയുന്നു. എടപ്പാടി പഴനിസ്വാമി കാണുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും കരുതിയിരുന്നത് DMK ADMK സഖ്യം പ്രാവർത്തികമാകാനുള്ള ഒരു ലക്ഷണത്തിന്റെ ഭാഗമാണോ ആ ഒരു കൂടിക്കാഴ്ച എന്നുള്ളത് നമ്മൾ സംശയിച്ചിരുന്നു. അതിനുള്ള സാധ്യത നമുക്ക് തമിഴ്നാട്ടിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. DMKയും ADMKയും കൂടെ ഒന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പം BJP അവിടെ ഒരു NDA എന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് ADMKയ്ക്ക് ഒരു വലിയ പ്രശ്നമല്ല. കാരണം അതിനുവേണ്ടിയുള്ള ഒരു NDA മുന്നണി എന്ന നിലയിൽ പ്രായോഗിക തലത്തിൽ അവിടെ ഇല്ല. അവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു BJPയുടെ ഒരു അംഗം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു ഒറ്റ അംഗമേ ഉള്ളൂ. അപ്പൊ ആ നിലയ്ക്ക് NDAക്ക് പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ADMKയ്ക്ക് ഒരു വലിയ വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് ആ NDAക്ക് പുറത്തു വന്നിട്ട് DMKയും ADMKയും രണ്ട് ദ്രാവിഡ പാർട്ടികൾ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 73 സീറ്റുകൾ DMKയ്ക്കും 54 സീറ്റുകൾ DMKക്കുള്ളതിൽ 53 സീറ്റ്, ഒരു സീറ്റ് BJPയുടെ പോകുന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിലും സുഖമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടും. അപ്പൊ ഇതിന്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അവിടെയാണ് ഈ ഒരു വലിയ വിഷയം വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിജയ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും DMK ഗവൺമെന്റിന്റെയും അതിനു മുമ്പുള്ള ADMK ഗവൺമെന്റിന്റെയും ഒക്കെ ഈ അഴിമതി കഥകൾ പുറത്തു വരും. അത് ഉറപ്പാണ്. തീർച്ചയായിട്ടും. അപ്പൊ അത് വരിക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ അഴിമതി കഥകളായിരിക്കും പുറത്തേക്ക് വരാൻ പോവുക.
അപ്പൊ അതിന്റെ തുടർന്ന് ആരൊക്കെ ആയിരിക്കും അകത്തു പോവുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ DMK ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അഴിമതിയാണ് ഈ ഗവൺമെന്റ് കാലത്ത് നടന്നതെന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഒരു പശ്ചാത്തലം ഈ രണ്ട് മുന്നണികളെയും ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിശയിക്കാനില്ല. ഇപ്പോ ഈ 3:30 എടപ്പാടി ഗവർണറെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണാതിരിക്കുന്നു. ഇനി അതും ഈ പറഞ്ഞതുപോലെ DMK ADMK ഉള്ള ഒരു ചർച്ച നടത്തിയ ഒരു രൂപം ഉണ്ടാക്കിയതിനു ശേഷം കാണാനുള്ള ഉദ്ദേശമാണോ എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ തമിഴ്നാട്ടിലൊരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു മര്യാദ എന്ന് പറയുന്ന രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ വിജയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം രൂപീകരിക്കാനുള്ള ക്ഷണം നൽകുകയാണ് വേണ്ടത്. പിന്നെ ഇവിടെ വിജയിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു 11 സീറ്റ് ഇപ്പൊ തന്നെ കോൺഗ്രസ് 5 സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ 5 സീറ്റ് സ്വാഭാവികമായിട്ട് അവർ പിന്തുണ കൊടുത്തിട്ടുണ്ട്. പിന്നെ CPM CPI VCK ഈ 3 പാർട്ടികളും കൂടെ ആണെങ്കിൽ 6 സീറ്റ്, 6 5 11. അപ്പൊ സുഖമായിട്ട് 118 എന്നുള്ള ആ ഒരു മാജിക് നമ്പറിലേക്ക് അവർക്ക് എത്താൻ കഴിയും. അപ്പോ അതിനകത്ത് ആകെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മളിപ്പോ കേൾക്കുന്നത് VCKയുടെയാണ്, തിരുവാളവന്റെ പാർട്ടി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഈഗോ പ്രശ്നം മാറിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു പിന്തുണയും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. 2 MLA-മാരുണ്ട്. VCKക്ക് 2 MLA, CPI 2, CPM 2. അപ്പൊ ഇവർക്ക് 3 പേർക്കും കൂടെ 6-ഉം കോൺഗ്രസിന്റെ 5-ഉം, അങ്ങനെ 11, 107, 118. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് സേഫായി. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഈ ഇവരുടെ പിന്തുണ എഴുതി കിട്ടിക്കഴിഞ്ഞാൽ ഒരു താൽക്കാലികമായിട്ട് വലിയ ഭീഷണി ഇല്ലാത്ത ഒരു സുസ്ഥിരമായ ഗവൺമെന്റ് വിജയ്ക്ക് രൂപീകരിക്കാൻ കഴിയും. അപ്പൊ അതിലേക്ക് നീങ്ങാനാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ സാധ്യതയുള്ളത്. പക്ഷെ അതിനു മുമ്പും ഈ DMKയുടെയും ADMKയുടെയും പിന്നിലുള്ളവർ രാഷ്ട്രീയം പയറ്റി തെളിഞ്ഞ ആൾക്കാരാണ്, വിശേഷിച്ചും DMKയുടെയൊക്കെ. അപ്പൊ അവരേത് രീതിയിലാണ് ഇപ്പം കോൺഗ്രസിന് എന്തായാലും TVK കൊടുത്തു കഴിഞ്ഞു, CPM-നെയും CPI-യെയും ഒക്കെ സമീപിക്കുന്നത് എന്നുള്ള ഒരു വിഷയമുണ്ട്. അപ്പൊ അത് സാറേ ഒരു കാര്യം, ബേബി ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ പറയുന്ന പോലെ പിന്തുണ വിജയ്ക്ക് നൽകും എന്ന് ബേബി വാക്കാൽ പറഞ്ഞു. കാര്യം വിജയുടെ അച്ഛൻ ഒരു പഴയ CPM കാരനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ബേബി വാക്കാൽ പറഞ്ഞു. ബേബി പറഞ്ഞ CPM-ന് പുറകെ CPI-യും പോകും എന്നും പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ CPM-ന്റെ പുറകെ പോകും. പിന്നെ ലീഗിന് സീറ്റുണ്ട് സാർ. ലീഗിന്റെ സീറ്റ് ലീഗിനുണ്ട്. കോൺഗ്രസ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലീഗിന് പോവേണ്ടി വരും. പക്ഷെ ലീഗ് എന്തോ DMK-യുമായി എന്തോ ഒരു അടുപ്പം ലീഗ് വെച്ച് പുലർത്തുന്നത് കൊണ്ട് ലീഗിന് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അപ്പോ നമുക്കിവിടെ നമ്മുടെ സംശയം CPM-ഉം CPI-യും പോകും എന്നുണ്ടെങ്കിൽ കോൺഗ്രസും കൂടെ ചേരുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ എന്താ പറയാ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയില്ലേ സാർ? VCK കൂടെ വേണം, 11 സീറ്റ് വേണം. അതെ, VCK കൂടെ ആവുമ്പോൾ CPI CPM VCK അതെ കോൺഗ്രസ് ആൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഇതിപ്പോ ഒരു രേഖാമൂലം കൊടുക്കേണ്ടി വരും. അതെ, അതാണ് സാർ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇഷ്യൂ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ MA ബേബി ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഈ തമിഴ്നാട് പൊളിറ്റിക്സും മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ പൊളിറ്റിക്സ് തന്നെ നോക്കിയറിയാം. പൊളിറ്റിക്സിലുള്ള വാക്കുകളുടെയും നിലപാടുകളുടെയും ഒക്കെ വില എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് നമ്മുടെ കേരള പൊളിറ്റിക്സിലേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. അപ്പൊ തമിഴ്നാട്ടിൽ നമുക്ക് അവസാനം വരെ എന്ത് സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പൊ DMK എന്ന് പറഞ്ഞാൽ സ്റ്റാലിനൊക്കെ ഇവരൊക്കെ ഈ രാഷ്ട്രീയത്തിലുള്ള സകല അടവുകളും അറിയാവുന്നവരാണ്. ഇപ്പൊ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഇപ്പൊ TVKയുടെ ഒരു 3/2 ഭാഗം വേണമെങ്കിൽ പിളർന്നു വരുന്നു. നമുക്കത് ചിന്തിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അതിനകത്തൊരു പ്രധാനപ്പെട്ട കുറെ ആൾക്കാർക്ക് മന്ത്രിസ്ഥാനമൊക്കെ കൊടുത്തു. ഇത്രയും പേരുമായിട്ട് വരിക. പിന്നെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സാമ്പത്തികങ്ങളൊന്നുമല്ല. മലയാളിക്ക് ചിന്തിക്കാവുന്ന സാമ്പത്തിക രീതിയല്ല അവിടുത്തേക്ക് പൊളിറ്റിക്സിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/1 ഭാഗം പിളർന്നു വരികയാണ്, TVK പിളർന്നു വരികയാണെങ്കിൽ ആലോചിച്ച് നോക്കുക. ഇപ്പൊ നോക്കൂ, എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെ റിസോർട്ടുകളിൽ കഴിയുകയാണ്. തീർച്ചയായിട്ടും
ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അത്ര നമ്മുടെ കേരളത്തിൽ അത്രേ ആയിട്ടില്ല ഭാഗ്യത്തിന്. പക്ഷെ ഇവര് ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുത്ത് റിസോർട്ടിലേക്ക് കയറ്റി അടച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് പ്രതീക്ഷ. ചിലപ്പോ അതും സംഭവിച്ചുകൂടായില്ല. അല്ല, സാറ് പറഞ്ഞ ഈ രീതി സംഭവിക്കാൻ സാധ്യതയുണ്ടോ സാർ? അങ്ങനെ സംഭവിക്കാമോ? അതൊരു നമ്മുടെ ഒരു കാര്യം. ഈ തമിഴ് വെട്രിക്കഴകം എന്ന് പറയുന്ന വിജയുടെ മുന്നണി അല്ലെ, അദ്ദേഹത്തിന്റെ പാർട്ടി അങ്ങനെ അങ്ങ് സമ്മതിക്കുമോ? കാര്യം ജെൻസി പിള്ളേരാണ് കൂടെ നിൽക്കുന്നത്. ജെൻസി പിള്ളേര് അത് അനുവദിക്കുമോ? ഇതിനകത്ത് അതൊക്കെ നമ്മുടെ ഈ ഒരു എന്താ പറയാ, മലയാളി എന്ന് പറയുന്നത് ശരിയല്ല. കാര്യം മലയാളി അത്ര വലിയ സൂപ്പർ സാധനങ്ങളൊന്നും അല്ല, അതുകൊണ്ട് മലയാളി നമ്മൾ പറയുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പൊളിറ്റിക്സില് ഇപ്പൊ വാല്യൂസോ അങ്ങനെയുള്ള മറ്റേ ജനങ്ങളത് തോന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഉദാഹരണത്തിന് ഈ ഒരു MLA ഉള്ള വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5 കോടിയൊന്നും അല്ല. അപ്പോ ആ രീതിയിലാണ് MLA-മാരുടെ വില പോകുന്നത്. കൂറുമാറ്റം പോലും പ്രശ്നമല്ല സാർ. കൂറുമാറ്റം പോലും പ്രശ്നം അല്ല. കൂറുമാറ്റം ഈ പറഞ്ഞതുപോലെ പിന്നെ നിയമസഭാ അംഗത്വം പോകാത്ത രീതിയിലുള്ള ഒരു പാർട്ടിയുടെ ഇത്ര ശതമാനം പേര് കൂറുമാറുകയാണെങ്കിൽ പ്രശ്നമല്ല. അപ്പൊ അതും അങ്ങനെയുള്ള സംഗതികൾ വരെ, ഉദാഹരണത്തിന് ഒരു 25-ഉം 18-ഉം ഒരു 40 പേരെ TVK ഇത് സംഭാവ്യമാണ് കേട്ടോ, വിദൂര സങ്കല്പത്തിലുള്ള കാര്യമായി പറഞ്ഞു. പക്ഷെ അതുപോലും അവിടുത്തെ രാഷ്ട്രീയത്തിൽ അവര് പരിശ്രമിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് ട്രൈ ചെയ്യും എന്നുള്ളത്. അതിനുള്ള ശേഷി അവരുടെ കയ്യിലുണ്ട്. ആ ശേഷിയിൽ അവർ കാണുന്ന ഘടകം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പിൻബലമാണ്. അപ്പോ ഇത്തരം സംഗതി അതുകൊണ്ട് നമുക്കൊന്നും തീർത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഏത് വിധേനയും ഈ വിജയ് അധികാരത്തിൽ വരാതിരിക്കാനുള്ള ഒരു തീവ്ര ശ്രമം DMK-യും ADMK-യും ശേഷം DMK നടത്തുന്നുണ്ടെന്നുള്ളതാണ് നമുക്കിപ്പോ മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്ക് അദ്ദേഹം ഈ ഇടയ്ക്കൊരു DMK ഒരു നിരുപാധിക പിന്തുണ കൊടുക്കാം എന്നൊക്കെയുള്ള ഒരു സമീപനം, അല്ലെങ്കിൽ ചെറിയ സംഗതികൾക്ക് ഇങ്ങനെ ഒരു മൂവ്മെന്റ് വന്നു. പക്ഷെ അതിനോട് വിജയിയോ അല്ലെങ്കിൽ TVK-യോ ആരും തന്നെ യാതൊരു വിധമായ അനുകൂലമായ പ്രതികരണവും നടത്തിയില്ല. അവിടെ അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം DMK-ക്ക് എങ്ങനെയെങ്കിലും വിജയ് അധികാരത്തിൽ വരുന്നത് അത് ഒഴിവാക്കണം എന്നുള്ള തീവ്ര ശ്രമം നടത്തുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് ഇപ്പം കടന്ന് ഈ ഇഴവിരിഞ്ഞ് കിടക്കുന്നത് അഴിമതിയും അധികാരവും, അഴിമതി പുറത്തു വരുമോ എന്നുള്ള പേടിയും എല്ലാം കൂടെ ചേർന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. സാർ, അപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ സാർ. ഇപ്പോ BJP ഇതിൽ നിശബ്ദമാണ്. അപ്പോ നമ്മുടെ ചില സാറിനെ പോലെ തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകർ ചിലരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അമിത്ഷാ കാത്തിരിക്കുകയാണ്. കാര്യം CBI എൻക്വയറി, അദ്ദേഹം നടത്തിയ ഒരു പര്യടനത്തിൽ, ഇലക്ഷൻ പര്യടനത്തിൽ അദ്ദേഹത്തിനെ കാണാൻ വന്ന അദ്ദേഹത്തിന്റെ ആരാധകർ കൂട്ടത്തോടെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ഒരു അതിഭീകരമായ ഒരു ദുരന്തം അദ്ദേഹത്തിന് ആദ്യം തുടക്കത്തിൽ ഉണ്ടായ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോ തീർച്ചയായിട്ടും ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് CBI എൻക്വയറി നടക്കുകയാണ്. അപ്പൊ CBI എൻക്വയറി നടക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിനെ പൂട്ടാനുള്ള ഒരു പൂട്ടുമായി അമിത്ഷാ കാത്തിരിക്കുകയാണ് എന്നൊരു പറച്ചിലുമുണ്ട്. അദ്ദേഹം ഇപ്പൊ മുഖ്യമന്ത്രിയായി കയറി കഴിഞ്ഞാൽ 6 മാസത്തിനകത്ത് അദ്ദേഹത്തിനെ പൂട്ടും എന്നും ഒരു കഥയുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ സാർ? അതില് ഈ പറയുന്ന ആ ദുരന്തം അദ്ദേഹത്തിനെ വേട്ടയാടാൻ സാധ്യതയുണ്ടോ? വിജയ് അതെ. അല്ല, ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് പുറത്തു വന്നിട്ടില്ല. പക്ഷെ പൊളിറ്റിക്കലായിട്ട് അത് വിജയ്ക്ക് ഗുണം ചെയ്യുകയാണ് ഉണ്ടായത്. കാരണം DMK ആസൂത്രണം ബോധപൂർവം വിജയിയെ ഈ വളരെ അൺപോപ്പുലർ ആക്കുവാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു വിരുദ്ധാഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് DMK ആസൂത്രണം ചെയ്തുണ്ടാക്കിയതാണ് ആ ഒരു ദുരന്തം എന്നുള്ള ഒരു നറേറ്റീവ് ഇലക്ഷൻ സമയത്ത് വ്യാപകമായി. പക്ഷേ CBI അദ്ദേഹത്തെ പൂട്ടാൻ CBI കൊണ്ട് കേന്ദ്രം, വിശേഷ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അതിന് ശ്രമിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹം മുഖ്യമന്ത്രിയായി പറയാൻ കഴിയില്ല. അത് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല, പക്ഷെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തുടക്കം മുതൽ BJP-യുടെ ഭാഗത്ത് നിന്ന് വിജയുടെ ഭാഗത്തേക്കുണ്ട്. കാരണം വിജയ് മുഖ്യ പ്രതിയോഗിയായിട്ട് ഉയർത്തിക്കാട്ടി മത്സരിച്ചത് DMK ആണ്. തീർച്ചയായിട്ടും DMK അധികാരത്തിൽ നിന്ന് കളയുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മത്സരിച്ചത്. അത് BJP-ക്കെതിരെ വലിയൊരു വലിയ ആക്രമണങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഉണ്ടായില്ല.
മാത്രമല്ല BJPയും ഒരു സോഫ്റ്റ് ആയിട്ട് BJPയും വിജയുമായിട്ടുള്ള ഒരു സഖ്യത്തിന് പോലും അവർ ശ്രമിക്കുകയും ചെയ്തിരുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോ അറിയില്ല സാർ പറയണം നിലവിലുള്ള സാർ, ഇതിന്റെ നമുക്ക് ഇതിന്റെ ഒരു ഈ നമ്മുടെ സംസാരത്തിന്റെ ചുരുക്കെഴുത്തിലേക്ക് എത്തുമ്പോൾ സാറിന് എന്താ തോന്നുന്നത്? 4:30 മണിക്ക് ഗവർണർ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടാണോ അതിന് ഇദ്ദേഹം അങ്ങോട്ട് പോയിട്ടാണോ എന്ന് പറയാമോ സാർ? എന്റെ ബലമായ ഒരു കണക്കൂട്ടൽ എന്ന് പറയുന്നത് ഈ 118 സീറ്റ് വിജയ്ക്ക് ലഭ്യമാകാനുള്ള സാഹചര്യങ്ങൾ ഉടലെടുത്ത് വരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ VCKയുടെ ഒരു വലിയ പരാതി എന്ന് പറയുന്നത് വിജയ് അതിന്റെ ഈ തിരുവാളവനെ നേരിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ വിജയ്ക്ക് ഒരു നേതാവിനെ പുറത്തുപോയി അയാളുടെ സങ്കേതത്തിൽ പോയി കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. അത് ചിലപ്പോൾ ഒരു ദുരന്തമായിട്ട് പോലും കലാശിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രണ്ടാം നിര നേതാക്കൾക്ക് മാത്രമേ ഈ നേതാക്കളെ പോയി കാണാനും മറ്റും പറ്റുകയുള്ളൂ. അതിപ്പോ ഒരു ഓൺലൈൻ മീറ്റിംഗ് വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ആ ഓൺലൈൻ മീറ്റിംഗ് വെച്ചിട്ട് വിജയ് അവരെ നേരിട്ട് കണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു തന്റെ നേരിട്ട് കാണാനുള്ള നിസ്സഹായാവസ്ഥ അറിയിക്കുമ്പോഴും ആ സംഭാഷണത്തിന്റെ ഒരു ഊഷ്മളതയുടെ അടിസ്ഥാനത്തിലൊക്കെ അത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിജയുടെ സർക്കാരിന് അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് VCK ഈ 2 സീറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ VCKയുടെ VCK വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് അവിടെ. അപ്പൊ VCKയുടെ ഒരു പ്രതിച്ഛായക്കും വേണമെങ്കിൽ ഇത് ബാധിക്കാം. കാരണം VCK കാരണമാണ് വിജയുടെ മന്ത്രിസഭ വരാതെ പോയത് എന്നുള്ള ഒരു അപരാധം കൂടി VCK കേൾക്കേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ നോക്കും. എനിക്ക് തോന്നുന്നു ഇവര് തമ്മിലുള്ള ഓൺലൈൻ മീറ്റിംഗിൽ വിജയും ഈ VCK നേതാവും തമ്മിലുള്ള ഓൺലൈൻ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയും എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനകം വിജയ് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റേ ഈ DMKയുടെ ഈ വിജയെ ഒഴിവാക്കാനുള്ള ശ്രമം തീവ്രമായി നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പശ്ചാത്തലത്തിൽ കാണണം. നന്ദി. താങ്ക് യു സർ. താങ്ക് യു.